ഇന്ത്യ വർഷങ്ങളായി പറയുന്ന കാര്യമാണ് പാകിസ്ഥാൻ അവിടുത്തെ സർക്കാരുകൾ ഭീകരവാദത്തിന് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നു എന്നത്. പക്ഷേ ഇപ്പോൾ അതിനെതിരെ അവിടുത്തെ രാജ്യത്തെ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. വലിയ പ്രതിഷേധമല്ലേ പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിൽ നാം കാണുന്നത്? ഈ പാകിസ്ഥാൻ വെറും പിന്തുണയല്ല ഭീകരർക്ക് കൊടുക്കുന്നത്. ആളും അർത്ഥവും ആയുധങ്ങളും നൽകിയാണ് അവരെ പോറ്റി വളർത്തുന്നത്, തീറ്റിപ്പോറ്റുന്നത്. ഈ ഭീകരർക്ക് കണ്ടമാനം പണം പാക് സർക്കാരുകൾ, പാക് സൈന്യം, പാക് ചാരസംഘടന അവരുടെയൊക്കെ നേതൃത്വത്തിൽ നൽകി വരികയാണ്. പാകിസ്ഥാനിൽ കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും, ആവശ്യത്തിന് മരുന്നില്ല, വികസന പ്രവർത്തനങ്ങളില്ല, തൊഴിലില്ല, ഇതൊക്കെ വലിയ തോതിൽ രൂക്ഷമായിട്ട് പാകിസ്ഥാനെ ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഭീകരപ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്നതിന് കുറവില്ല. അത് ഭീകരപ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്നത്, ഭീകരർക്ക് പണം കൊടുക്കുന്നതിൽ കുറവ് വന്നാൽ അവിടുത്തെ സൈന്യത്തിനും ഈ ചാരസംഘടനയ്ക്കും പാക് സർക്കാരിനും രാഷ്ട്രീയക്കാർക്കും ഒക്കെ അറിയാം അത് വലിയ അപകടമാണ്. ഇന്ന് ഇന്ത്യക്ക് നേരെ ഈ ഭീകരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ യുദ്ധങ്ങളും, മുഴുവൻ ഈ കുൽസിത പ്രവൃത്തികളും നേരെ പാക് സർക്കാരിനും സൈന്യത്തിനും ചാരസംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരെയാകും. ഇപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടത്. നാം പലതവണ കണ്ടിട്ടുണ്ടല്ലോ, അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ബോംബ് സ്ഫോടനത്തിലാണ് മരണപ്പെടുന്നത്. വിവിധ ഘട്ടങ്ങളിൽ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നു, അജ്ഞാതനെ ആക്രമിച്ച് വെടിവെച്ച് കൊല്ലുന്നു, നിരവധി ആൾക്കാർ ഇങ്ങനെ അവിടെ മരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് ഈ പ്രശ്നം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് അവിടെ നാഷണൽ ഹൈവേ, ദേശീയപാത, ഇത് കാരക്കോറം ദേശീയപാത NH എന്നാണ് അതിനെ പറയുന്നത്. ഇത് ഈ ചൈനയിൽ നിന്ന് അക്സൈ ചിൻ വഴി പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലൂടെ കടന്ന് പാകിസ്ഥാൻ ഈ സിന്ധ് പ്രവിശ്യയിലൂടെയൊക്കെ നേരെ കറാച്ചി തുറമുഖത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു റോഡ് മാർഗം, ഒരു റോഡ് പുതുതായിട്ടൊരു നാഷണൽ ഹൈവേ ചൈനയുടെ നേതൃത്വത്തിലാണ് പണിഞ്ഞിരിക്കുന്നത്. ആ കാരക്കോറം നാഷണൽ ഹൈവേ ഉപരോധിച്ചുകൊണ്ടാണ് 4 ദിവസമായിട്ട് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പ്രദേശത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. കാരണം അത് നമുക്കറിയാം, POK ആണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും ഒക്കെ വരുന്നത്. അവിടുത്തെ ജനങ്ങളാണ് സഹികെട്ട് നിവൃത്തിയില്ലാതെ പാക് സർക്കാരിനും ഭീകരർക്കുമെതിരെ ഒരുപോലെ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അവർ 4 ദിവസമായിട്ട് ദേശീയപാത ഉപരോധിച്ച് രംഗത്തുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീകരരെ കണ്ടമാനം കൈയയച്ച് സഹായിക്കുന്നു. അവിടുത്തെ വ്യാപാരികൾ, കർഷകർ, സാധാരണ ജനങ്ങൾ, ഇവർക്കൊന്നും യാതൊരുവിധ സഹായങ്ങളും ലഭിക്കുന്നില്ല. വ്യാപാരികൾക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല, കർഷകർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നില്ല. അതേസമയം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയല്ലേ, തങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയാണല്ലോ IMF-ൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു വായ്പ എടുത്തിരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ഈ ഒരു ആവശ്യം, അതായത് ഞങ്ങൾ കൊടുംപട്ടിണിയിലാണ്, ഞങ്ങൾക്ക് വലിയ ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മ രൂക്ഷമാണ്, അതുപോലെ തന്നെ ആവശ്യത്തിന് മരുന്നുകളില്ല, ആശുപത്രികളില്ല, ഇങ്ങനെ ഈ പിച്ചപ്പാത്രം നീട്ടി ഇതെല്ലാം പറഞ്ഞാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ സഹായവും IMF-ൻ്റെ വായ്പകളും ഒക്കെ നേടിയെടുക്കുന്നത്. നമുക്കറിയാം, ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണല്ലോ. വലിയ തോതിൽ ധാതു സമ്പത്തുള്ളൊരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. ഈ ധാതു സമ്പത്തിൽ അമേരിക്കയ്ക്ക് വലിയ കണ്ണുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക പല രീതിയിൽ പാകിസ്ഥാനെ സഹായിക്കുകയും ഈ IMF-ൻ്റെയൊക്കെ ഫണ്ട് അവിടെ വരികയും ചെയ്യുന്നത്. പകരം IMF മുന്നോട്ട് വയ്ക്കുന്ന കണ്ടീഷൻ, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ വായ്പയ്ക്ക് പകരം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ, ഈ ധാതു സമ്പത്ത് വളരെ കുറഞ്ഞ വിലയ്ക്ക് അവർ നിശ്ചയിക്കുന്ന കമ്പനികൾക്ക് കൊടുക്കണം. ഇങ്ങനെ പല തരത്തിലുള്ള കുടുക്കുകളിട്ട് പാകിസ്ഥാനെ പൂട്ടിയിരിക്കുകയാണ് അമേരിക്ക വാസ്തവത്തിൽ. അതവിടെ നിൽക്കട്ടെ. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നം, ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഗിൽജിത്തിലെയും ബാൾട്ടിസ്ഥാനിലെയും പ്രക്ഷോഭകർ വലിയ ഉപരോധവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഭീകര ക്യാമ്പുകൾക്കും ഭീകര പ്രവർത്തനത്തിനും വലിയ തോതിൽ ഫണ്ട് കൊടുക്കും. ഇപ്പോഴിതാ നമ്മൾ മുരിദ്കെ എന്ന് പറയുന്ന സ്ഥലത്തൊരു വലിയ ഭീകര ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് ഇന്ത്യ ആക്രമിച്ചു. 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ ഒരു കേന്ദ്രം ഈ മുരിദ്കെയാണ്. മുരിദ്കെ ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന ഈ ഹാഫിസ് സയ്യിദിൻ്റെ അടുത്ത അനുയായികളെ, അതുപോലെ മസൂദ് അസറിൻ്റെ അളിയന്മാരെയും മച്ചമ്പിമാരെയൊക്കെ ഇന്ത്യ തീർത്തു. നമ്മൾ മിസൈൽ അവിടെ ചെന്ന് വീണോടുകൂടി ഉമർക്കൊക്കെ പണി കിട്ടി, കുറേ എണ്ണം ചത്തു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത്, ആ
മുരിത്കയിലെ ഭീകരകേന്ദ്രം നമ്മൾ ആക്രമിച്ച് തകർത്ത മദ്രസ ഉൾപ്പെടുന്ന ഭീകരകേന്ദ്രം പുനർനിർമ്മിക്കാൻ പോവുകയാണ്. അതിനുള്ള ഫണ്ട് സൈന്യം ഇപ്പോൾ കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അത് കൊടുത്തോ, നമ്മളിപ്പോൾ ഒരു പക്ഷേ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫണ്ട് അവിടെ കിട്ടിക്കാണും. അതിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് അവിടെ. നോക്കൂ, എത്ര ദരിദ്രമായ പട്ടിണിയും പരിവട്ടവുമായിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. ഏതാണ്ട് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വെള്ളം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് വേനൽ കൃഷി കരിഞ്ഞുണങ്ങിയെന്നാണ് പുറത്തു വരുന്ന വിവരം. അത് പുറത്തുവിടാതെ രഹസ്യമാക്കി വെക്കാൻ അവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പാക് സർക്കാരിനെയും സൈന്യത്തെയും അവരുടെ ഈ ഇന്ത്യക്കെതിരായ ഈ നിഴൽ യുദ്ധത്തെയും പിന്തുണയ്ക്കുന്ന ആ മാധ്യമങ്ങൾ പോലും ഈ വിവരം ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് ചർച്ച ചെയ്താൽ പാകിസ്ഥാനിൽ വലിയ കോളിളക്കം ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പാകിസ്ഥാനിലാണ് ഈ 4 ദിവസമായിട്ട് കാരക്കോറം നാഷണൽ ഹൈവേ ഉപരോധിക്കുന്നത്. ഈ ഗുഞ്ചറാബ് ചുരം വഴിയാണിത് കടന്നു വരുന്നത്. ആ ചുരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ ഉപരോധത്തിന് കാരണമായിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. എന്തായാലും ഈ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലൂടെ കടന്ന് അക്സായി ചിൻ വഴി, ഈ അക്സായി ചിന്നും ഇന്ത്യയിൽ നിന്ന് ചൈന പിടിച്ചെടുത്ത സ്ഥലമാണ് 1962. അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലൂടെയാണ് അത് കൂടുതൽ ഭാഗവും സഞ്ചരിച്ച് ഇവിടേക്ക് വരുന്നത്. പാകിസ്ഥാനിൽ കടന്ന് കറാച്ചി തുറമുഖത്തേക്കും മറ്റുമൊക്കെ പോകുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ചരക്ക് നീക്കം സുഗമമാക്കും. പ്രത്യേകിച്ചും ഈ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തെ ചൈനയുടെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ ഈ സമുദ്ര ഗതാഗതം, അവിടെ നിന്ന് അവർക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ അറബിക്കടലിലേക്ക് വന്നിറങ്ങാവുന്ന, തെക്കു പടിഞ്ഞാറൻ കടൽ ഭാഗത്തേക്ക്, സമുദ്രഭാഗത്തേക്ക് വന്നിറങ്ങാവുന്ന ഒരു നാഷണൽ ഹൈവേ ആണ്. അതാണ് ഇപ്പോൾ ഉപരോധിച്ചിരിക്കുന്നത്. അതിന് വ്യാപാരികളും പ്രദേശവാസികളും പറയുന്ന കാരണം ഇതാണ്. അവർ വലിയ 4 ദിവസമായിട്ടൊരു ഉപരോധം തുടരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കാഠിന്യം മനസ്സിലാവും. ജനങ്ങളുടെ എതിർപ്പിൻ്റെ കാരണം അതിൽ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ കയ്യിലൊന്നുമില്ല, അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, വെള്ളമില്ല, അവിടെ വേണ്ടത്ര വൈദ്യുതിയില്ല, ഭക്ഷണമില്ല, അതുപോലെ ഭക്ഷ്യവസ്തുക്കളില്ല. നമുക്കറിയാം ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലടക്കം നിരവധി തവണ വലിയ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടായ സ്ഥലമാണ്. അപ്പോൾ ഈ ജനങ്ങൾ അവിടെ വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ ഈ മനുഷ്യരായിട്ട് പോലും കാണാതെ വെറും നികൃഷ്ട ജീവികളായിട്ട് കണ്ട്, നമുക്ക് പണ്ടൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കിയപ്പോൾ അവർ ഇവിടുന്ന് കടുത്ത ചുങ്കം പിരിച്ചിരുന്നു, നികുതി പിരിച്ചിരുന്നു. നമ്മളിതൊക്കെ വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യരായിട്ട് കാണാതെ വെറും അടിമകളായിട്ട് കണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരെ ചൂഷണം ചെയ്ത് അവരുടെ വിയർപ്പിൻ്റെ വില, ആ ലാഭം. എന്തായാലും ഒരു പാകിസ്ഥാനിൽ ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ജനങ്ങൾ തന്നെ രംഗത്ത് വരണമല്ലേ? അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും സൈനികരും അവിടുത്തെ ജനങ്ങളെ അങ്ങനെ ജനങ്ങൾ രംഗത്ത് വരാതിരിക്കാനാണല്ലോ ഈ മതം എന്ന ആ മതത്തിൻ്റെ ഒരു ഇത് കുത്തിവെച്ച് ഇന്ത്യ വിരോധം എന്ന വിഷം കുത്തിവെച്ച് ജനങ്ങളെ ഇങ്ങനെ എന്താ പറയുക, ആടുമാടുകളെ മേയ്ക്കുന്നത് പോലെ ഇങ്ങനെ ഇന്ത്യക്കെതിരായ യുദ്ധത്തിന് മേച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ രാജ്യത്തിന് യാതൊരു നിലനിൽപ്പുമില്ല. ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാവുന്ന യാതൊന്നും ആ രാജ്യത്തിന് പ്രകടിപ്പിക്കാനില്ല, അവർക്ക് സംഭാവന ചെയ്യാനുമില്ല. അവർ ആകെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് നാശം വരുത്താനുള്ള ഈ ഭീകരവാദം, മതഭീകരവാദം. അതിൻ്റെ പ്രായോജകരാണ് ഈ പാക് സർക്കാരും സൈന്യവും. അവിടുത്തെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ജനത പോലും അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു, അവരെ അങ്ങനെ ആക്കിയിരിക്കുന്നു, അവിടുത്തെ സൈനിക നേതൃത്വവും മത നേതൃത്വവും കൂടി. ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും POKയിലെ ഇത് അജിത് ഡോവലിനെയൊക്കെ പോലെയുള്ളവർ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഈ POK ഏതെങ്കിലും ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് മടങ്ങി വരും, ഇന്ത്യക്ക് തിരികെ ലഭിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അത് പറയുകയും ചെയ്തു. അദ്ദേഹം ഈ POK എന്നായാലും ഇതിനെ ഇന്ത്യയിൽ ലയിപ്പിക്കും, ഞങ്ങളിത് നമ്മുടെ ഭൂമി തിരിച്ചു പിടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഈ ജനങ്ങളുടെ അവസ്ഥ, പാകിസ്ഥാനിൽ 26 കോടി മനുഷ്യരേ ഉള്ളൂ, ഇന്ത്യയിൽ 145 കോടി മനുഷ്യരുണ്ട്, പൗരന്മാരുണ്ട്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച്
ഈ 26 കോടി പൗരന്മാരെന്ന് പറയുന്നത് ഈ ഭീകരവാദത്തെയും ഇന്ത്യ വിരോധത്തെയും മതഭീകരതയും ഒക്കെ താലോലിച്ച് ജീവിക്കുന്നവരാണ്. അതിനകത്ത് കുറേ ആൾക്കാർ സമാധാനം ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ലത് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം അങ്ങനെ ആക്കിക്കഴിഞ്ഞു. അതിനെ എങ്ങനെയെങ്കിലും ആ പാകിസ്ഥാനിൽ നിന്ന് വിടുവിച്ച് POKയെ ഇന്ത്യയോട് ചേർക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക്, ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മുടെ സർക്കാരും സൈന്യവും ഒന്നും മറന്നിട്ടില്ല. എന്തായാലും അക്കാര്യത്തിൽ ഉൾപ്പെടെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രദേശത്ത് നടക്കുന്ന ഈ പ്രക്ഷോഭം ഭാവിയിൽ അത് POKയെ സമ്പൂർണ്ണമായിട്ടും പാകിസ്ഥാനിൽ നിന്ന് വിടുവിച്ച് ഇന്ത്യയിലേക്ക് ലയിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം സാധിക്കും എന്ന് നമുക്ക് കരുതാം.